നല്ല ഒരു കോമഡി കം എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ശരിക്കും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് പടം കണ്ടു എന്നുള്ളൊരു തൃപ്തിയായിട്ട് ഇറങ്ങാം. നല്ല പ്രതിഭ ട്യൂട്ടോറിയൽസ് നല്ല സിനിമയാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സിനിമ, കണ്ടിരിക്കാൻ വളരെ ഒരു നല്ല ഒഴുക്കുള്ള സിനിമ, ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു, കോമഡി പടമായിരുന്നു. കുട്ടികളല്ലേ എല്ലാവരും കയറി വിട്ട നല്ല സിനിമ. വെരി നൈസ് ഫോട്ടോഗ്രാഫി, ഇസ് മോസ്റ്റ് വെരി നൈസ് ഫോട്ടോഗ്രാഫി. കോമഡിയും എല്ലാം ഇഷ്ടപ്പെടും. ഇറ്റ്സ് എ ഗുഡ് ഫാമിലി എൻ്റർടൈനർ. നല്ല പടം, സൂപ്പർ. നല്ല സിനിമയാണ്. ഓണത്തിന് വന്നിരുന്ന് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു കോമഡി. ഓണത്തിന് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ്. ഒത്തിരി ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റുന്ന നല്ല സിനിമയാണ്. ആദ്യത്തെ സിനിമ തീർച്ചയായിട്ടും നല്ല സിനിമ, ഫാമിലി എന്റർടൈനർ, എല്ലാവരും കാണാൻ പറ്റുന്ന കോമഡി സിനിമ. കൊള്ളും, നല്ല പടം, കുഴപ്പമില്ല. ഓണത്തിന്റെ ഒരു കേട്ടോണം, നല്ല കഥ, നല്ല പ്രണയം കഥ. ആദ്യമായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്നത്. വളരെയധികം ഹാപ്പി മൂഡിലാണ് എല്ലാവരും ഒന്നിനൊന്ന് വെച്ചത്. അതിലുള്ള വേറെ ഒരു നായികയാണ്. ഹാപ്പി ഇമോഷണൽ ആദ്യമായിട്ട് ചെയ്ത സിനിമയാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? ഭയങ്കര എക്സൈറ്റ്മെന്റ്, ഹാപ്പി, ഓവർവെൽമിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ചെറിയൊരു ക്യാരക്ടർ റോളാണ്. ത്രോട്ട് ഉണ്ടല്ലോ. വളരെ സന്തോഷം. ഡയറക്ടർ അബ്നാസ് ഏട്ടന്, ശ്രീലാലേട്ടന്, അതേപോലെ തന്നെ രാജ്മാസ്ക്ക്, ഞങ്ങളൊരു പ്രൊഡ്യൂസർ ഇതിന്റെ ഇടയിൽ ഷൂട്ട് നടക്കുന്ന ടൈമിലാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനോട് വളരെയധികം നന്ദി ഉണ്ട്. എനിക്ക് സന്തോഷം, വളരെ എല്ലാവരും കുറെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ അബ്ലാസ് ഡയറക്ടർ സർ, ശ്രീലാൽ സർ, പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർ ഇപ്പോൾ ഇല്ല. സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ ഇറങ്ങണമെന്ന്. അപ്പോൾ വെരി ഹാപ്പി നിങ്ങൾ കാണും. കോമഡി, ഫൺ, ആ ഒരു അങ്ങനെ കാണാൻ അടിപൊളി സിനിമയായിരുന്നു. കോമഡി പ്ലസന്റ് ആയിട്ടുള്ള ഒരു സിനിമ. നല്ല പാട്ടുകളല്ലേ? പാട്ടുകളൊക്കെ അടിപൊളി പാട്ടുകളാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്യൂട്ടോറിയൽ വളരെ രസകരമായിട്ടൊരു മൂവിയാണ്. ഒരു നാട്ടുമ്പുറത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു മൂവിയാണ്. എടുത്തു പറയേണ്ടത് ഫോട്ടോഗ്രാഫിയാണ്. വളരെ രസകരമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതുപോലെ പാട്ടുകളായിരുന്നാലും അതിഗംഭീരമായ പാട്ടുകളാണ്, നല്ല സീനുകളാണ്. നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ് പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞത്. നല്ലൊരു സബ്ജക്റ്റാണ്. എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പ്രതിഭ ട്യൂട്ടോറിയൽസ് ഒരുപാട് പുതുമുഖങ്ങളുള്ള ഒരു ചെറിയൊരു ചിത്രം. ഈ ഓണക്കാലത്ത് വലിയ ചിത്രങ്ങൾക്ക് ഇടയിൽ ഇറങ്ങിയ ഒരു ചെറിയ ചിത്രം. ഒരുപാട് പുതുമുഖങ്ങളുടെ മികച്ചൊരു അഭിനയം തന്നെയായിരുന്നു. അതിൽ എൽദോ രാജു എന്ന് പറയുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു യുവനടനാണ്. അദ്ദേഹം ഈ നായക നിലയിലേക്ക് വന്ന ഒരു ചിത്രം. അതേപോലെ തന്നെ സുധീഷ്, നിർമ്മൽ പാലാഴി, ശിവജി ഗുരുവായൂർ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അത് സാജു നവോദയ, അങ്ങനെ ഉള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും ചേർന്നപ്പോൾ ചെറിയൊരു ചിത്രമാണ്. പക്ഷേ എന്നാൽ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു നല്ലൊരു ചിത്രം. ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത. ഈ പടത്തിന് ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് 2 നല്ല പാട്ടുകളുണ്ട്. അത് ഈ വർഷം ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളിൽ ഈ 2 പാട്ടും മികച്ചതാണ്. 2 ലവ് സോങ്ങാണ്. തീർച്ചയായിട്ടും നല്ല ഒരു ചെറിയൊരു ചിത്രമാണെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരുപാട് ട്യൂട്ടോറിയൽസ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഒരു പഴയ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധം ക്യാമ്പസിലെ ഒരു കുട്ടികളുടെ ഒരു ഭംഗി, അവരുടെ ഒരു എന്താ പറയുക, എല്ലാ ഇതുമുണ്ട്. അവരുടെ ആ ഒരു കുസൃതി തരങ്ങളൊക്കെയാണ്. പിന്നെ അതിലുപരി ആ പാട്ടുകൾ, കൈലാസ് മേനോന്റെ സംഗീത സംവിധാനത്തിലുള്ള നല്ല ഭംഗിയാണ്, ഇമ്പമാർന്ന പാട്ടുകൾ നന്നായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ദൃശ്യവസ്തുതയാണ്. പിന്നെ ഉള്ളത് അഭിനേതാക്കള് ജോണി ആന്റി, അൽത്താഫ് സലീം, ജാഫ്രി ഡിക്കി, പാഷാണ് ഷാജു, അങ്ങനെ സുധീഷ് കോഴിക്കോട്, അങ്ങനെ തുടങ്ങിയുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു
നില തന്നെയുണ്ട് ഈ ചിത്രത്തിൽ. അവരുടെ കോമഡിയും ആ ഒരു രീതിയിലുള്ള എന്റർടൈൻമെന്റ് ആണ്. ഒരു നാട്ടുപുറത്തെ സംഭവവും ക്യാമ്പസിലെ അവരുടെ പ്രണയങ്ങളും ഒക്കെ വന്നിട്ടുള്ള നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അതിഭാവുകത്വമുള്ള നല്ല ഒരുപാട് വലിച്ചു കെട്ടിയുള്ള പടമല്ല എങ്കിൽ ആ നല്ല ചെറിയ ത്രെഡ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലാഗ് ഇല്ലാതെ ബോറടിക്കാതെ ഒരു 2 മണിക്കൂർ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല പാട്ടുകളുള്ള ചിത്രം.